ദൈവമേ, സാറല്ലേ അത്? സാറെന്താ ഇവിടെ? നിത്യ, ഒന്ന് നിൽക്കുവോ? എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. സാറെന്താ ഇവിടെ? നിത്യക്ക് സുഖമല്ലേ? ഇപ്പൊ എവിടെയാ? ചെറിയമ്മയുടെ കൂടെയാണോ താമസം? എനിക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല സാർ. അത് സാറിന് നന്നായിട്ട് അറിയാവുന്നതല്ലേ. പിന്നെ സാറിപ്പം എൻ്റെ സുഖവിവരം തിരക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിത്യ, പ്ലീസ്. സാർ, കല്ലുമോൾക്കൊക്കെ സുഖമാണോ? കല്ലുമോൾ എന്നെ അന്വേഷിക്കാറുണ്ടോ? പിന്നെ അമ്മ എന്ത് പറയണു സാർ? അമ്മയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കും അല്ലേ? കല്ലിമോൾ എന്നും തിരക്കും. നിത്യാമ്മ എന്തെന്ന് ചോദിച്ച്. പിന്നെ അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട് താൻ പറയാതെ പോയതിൽ. സാറ് ഹാപ്പിയല്ലേ? അത് പറയാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. തനിക്ക് ഞാൻ കാരണം വലിയ ബുദ്ധിമുട്ടായെന്ന് എനിക്കറിയാം. ഒരിക്കലും ഞാൻ തന്നെ വേദനിപ്പിക്കരുതെന്ന് കരുതിയതല്ല. പക്ഷേ ആ നിമിഷത്തിൽ അങ്ങ് പറ്റിപ്പോയതാ. ഒരു സോറി പറയാൻ കൂടിയാ ഞാനിങ്ങ് വന്നത്. പിന്നെ തനിക്കെല്ലാം പറഞ്ഞ് വീണ്ടും ശ്രീനിലയത്തിലേക്ക് വന്നൂടെ? സാറെന്താ തമാശ പറയാണോ? അല്ല നിത്യ, ഞാൻ സീരിയസ് ആയി തന്നെ പറഞ്ഞതാ. താൻ അവിടുന്ന് പോന്നപ്പോഴാ ഞാൻ തന്നെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. എന്റെ കല്ലുമോള് എത്രത്തോളം തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. എല്ലാം മറന്ന് നിത്യക്ക് എന്റെ കല്ലുമോളുടെ അമ്മയായിട്ട് ശ്രീനിലയത്തേക്ക് വന്നൂടെ? ഞാൻ ആരുടെയും കളിപ്പാവയൊന്നുമില്ല സാർ. സാറിന് തോന്നുമ്പോൾ എന്നെ പിടിച്ചിറക്കി വിടാനും പിന്നെ തിരിച്ചു വിളിക്കാനും എനിക്കൊരു മനസ്സുണ്ട്. പിന്നെ കല്ലുമോളുടെ അമ്മയാവാൻ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇനി അങ്ങോട്ടേക്ക് വന്ന സാറെന്നെ ഇറക്കി വിടില്ലെന്ന് എന്താ ഇത്ര ഉറപ്പ്? തന്നോട് ഞാൻ ചെയ്തത് തെറ്റു തന്നെയാ, ഇല്ലെന്ന് പറയുന്നില്ല. എനിക്ക് ഒരു ചാൻസ് കൂടെ തന്നൂടെ? പിന്നെ ഞാൻ തന്നെ ക്ഷണിക്കുന്നത് കല്ലുമോളുടെ അമ്മയായിട്ട് മാത്രമല്ല, എന്റെ ഭാര്യയായിട്ട് കൂടിയാ. സാർ, ഞാൻ പോണു. വൈകിയ ചെറിയമ്മ എന്നെ അന്വേഷിക്കും. പിന്നെ അത് മതി ചെറിയമ്മയ്ക്ക്. എൻ്റെ ദൈവമേ, സാറിനിത് എന്തു പറ്റി? എന്നെ സാറിൻ്റെ ഭാര്യയായിട്ട് സാർ അംഗീകരിച്ചോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ മോളെ, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് തന്നെ നീ അങ്ങ് വിചാരിച്ചോ? ആ ദൈവം തന്നെയാ സാറിന്റെ മനസ്സ് മാറ്റിയത്. ചേച്ചി, എനിക്കിപ്പോഴിതൊരു സ്വപ്നം പോലെ തോന്നണത്. ഇത് സത്യമാണോ എന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റണില്ല. എന്നാലും സാറ് ഇത്ര പെട്ടെന്ന് എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചെന്നൊക്കെ പറയുമ്പോ എനിക്ക് സന്തോഷമായി മോളെ. നീ എപ്പോഴും പറയാറില്ലേ നിന്റെ അച്ഛന്റെ ആത്മാവ് കൂടെയുള്ള കാര്യം? ഇത് ഈ ആത്മാവിന്റെ അനുഗ്രഹം തന്നെയാ. നീ എന്തായാലും ശ്രീനിലയത്തിലേക്ക് തിരിച്ചു പോണം. എങ്കിലും ഈ ചേച്ചിക്ക് സന്തോഷാവത്തുള്ളൂ. പോണം ചേച്ചി. കല്ലുമോളുടെ നല്ലൊരു അമ്മയായി, സാറിന്റെ നല്ലൊരു ഭാര്യയായിട്ട് എനിക്ക് അവിടെ ജീവിക്കണം. ശരി മോളെ, സന്തോഷായിട്ടിരിക്കെ. ചേച്ചി വെക്കുവാണേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണേ. ശരി ചേച്ചി. എടാ രാജേഷേ, ആ കസേരയിലോട്ട് അങ്ങ് കയറി ഇരിക്കടാ. നിത്യ, എടി നിത്യ. ദൈവമേ, ഇത് അങ്ങേരല്ലേ? അങ്ങേര് പിന്നെയും വന്നോ? ദൈവമേ, ചെറിയമ്മ ഇത് എന്തിനുള്ള പുറപ്പാടാണോ എന്തോ. എടി ഒരുമ്പെട്ടോളെ, നിനക്ക് ചെവി കേട്ടൂടെ എടി? നീ രാജേഷിന് ചായ കൊണ്ടേ കൊടുത്തേ. നിന്റെ അവന്റെ കല്യാണ നിശ്ചയത്തിന്റെ ഡേറ്റ് എടുക്കാൻ വന്നതാ അവൻ. ആരോട് ചോദിച്ചിട്ട് ചെറിയമ്മ ഇതൊക്കെ ചെയ്യുന്നത്? എന്റെ സമ്മതം വേണ്ടേ? ആരോട് ചോദിക്കണടി? നിന്റെ ചത്തുപോയ തന്തയോടോ അതോ നിന്നെ കളഞ്ഞിട്ട് പോയ മറ്റവനോടോ? ദേ ചെറിയമ്മേ, സൂക്ഷിച്ച് സംസാരിച്ചോണം. ഇല്ലെങ്കിൽ നീ എന്തോ ചെയ്യുവാടി? നീ എത്ര എതിർത്താലും രാജേഷിനെ കൊണ്ട് തന്നെ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിച്ചിരിക്കും. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ? സാർ ഇവിടെ. നിങ്ങളോടാ ഞാൻ ചോദിച്ചത്, അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോന്ന്. ഓ, നിന്റെ മറ്റവനിങ് എത്തിയല്ലോ. തന്നോടാരാ എന്റെ വീട്ടിൽ കയറാൻ പറഞ്ഞത്? ഒരു പുണ്യാളം വന്നേക്കുന്നു. ഒന്നുമല്ലെങ്കിലും താൻ ഇവിടെ ഉപേക്ഷിച്ച് പോയതല്ലേടോ. തന്റെ അനുവാദം എനിക്ക് വേണ്ട. വേണല്ലോ. നിത്യ ഇപ്പോഴും എന്റെ നിയമപരമായ ഭാര്യ, ഞാൻ അവളുടെ ഭർത്താവും. അവളെ കൂട്ടിക്കൊണ്ട് പോകാനാ ഞാൻ വന്നത്. ആ വേലത്തിലൊക്കെ സാറിന്റെ കയ്യിലങ്ങ് വെച്ചാ മതി. അവൾ ഇപ്പൊ എങ്ങോട്ടേക്കും വരുന്നില്ല. സാറ് വന്ന വഴി പോവാൻ നോക്ക്. അത് നിങ്ങളല്ല പറയേണ്ടത്. ഈ നിൽക്കുന്ന എന്റെ ഭാര്യ നിത്യ. പറഞ്ഞു കൊടുക്കണേ അങ്ങോട്ട്, നീ എങ്ങോട്ടേക്കും വരുന്നില്ലെന്ന്. ഒന്നുമല്ലേലും നിന്നെ പെരുവഴിയിലാക്കിയവനല്ലേ. ഞാൻ സാറിന്റെ കൂടെ പോവാ ചെറിയമ്മേ. എന്ത് പറഞ്ഞിട്ട് നാശം പിടിച്ചോളാം നിന്നെ ഇന്ന് ഞാൻ. തൊട്ടു പോകരുത് എന്റെ ഭാര്യയെ. പിന്നെ നിങ്ങള് പുറലോകം കാണത്തില്ല. നിത്യ, താൻ പോയി എടുക്കാനുള്ളതൊക്കെ എന്താന്ന് വെച്ചാ എടുത്തിട്ട് വാ, നമുക്ക് ഇറങ്ങാം. നീ ഒരു കാലത്തും കുളം പിടിക്കില്ലേ നാശം പിടിച്ചവളെ.
എന്നാലും എൻ്റെ മോളെ, നീ ഒരു വാക്ക് ഈ അമ്മയോട് പറയാതെ പൊക്കളഞ്ഞല്ലോ. ഞാൻ എന്തുമാത്രം വേദനിച്ചു എന്നറിയോ നിനക്ക്? അമ്മ എന്നോട് ക്ഷമിക്കണം. അന്നത്തെ സാഹചര്യത്തിൽ എനിക്കതിന് കഴിയായിരുന്നില്ല. ഞാനൊരിക്കലും ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചതല്ല അമ്മ. പക്ഷേ സാഹചര്യം കൊണ്ട് പറ്റിപ്പോയി. എൻ്റെ മോൻ കാരണം നീ വീട് വിട്ടു പോയെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അവൻ എന്നോടെല്ലാം പറഞ്ഞു. അവസാനം അവന്റെ മനസ്സ് മാറിയല്ലോ. അത് നീ ചെയ്ത പുണ്യത്തിന്റെ ബലമാ മോളെ. നിത്യാമ്മേ, നിത്യാമ്മ എവിടെ പോയതാ? ഞാൻ എവിടെയൊക്കെ തെരഞ്ഞു, ഒരിടത്തും കണ്ടില്ല നിത്യാമ്മേ. ഇനി നിത്യാമ്മ എന്നെ വിട്ട് പോവോ? നിത്യാമ്മ ഇനി മോളെ വിട്ട് എങ്ങോട്ടേക്കും പോവില്ല. എനിക്ക് കല്ലൂന് വാക്കടാ, പ്രോമിസ്. പ്രോമിസ്. മോള് റൂമിലേക്ക് ചെല്ല്. നിങ്ങളൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാ എല്ലാം ശരിയാവും. നിത്യ, തന്നോട് അങ്ങനെ ക്ഷമ ചോദിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിത്യക്കൊരു ഉറപ്പ് തരാം. ഇനി ഒരിക്കലും ഞാൻ ഒന്നിനു വേണ്ടിയും നിത്യ ഉപേക്ഷിക്കില്ല. ഇത് ശ്രീനിലയത്തിലെ മാധവന്റെ ഉറപ്പാണ്. നിത്യക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? എനിക്ക് സാറിനോട് ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സാറിൻ്റെ കൂടെ ഇങ്ങോട്ടേക്ക് വീണ്ടും തിരിച്ചു വരില്ലായിരുന്നു. പിന്നെ സാറിൻ്റെ മനസ്സ് ഇത്ര പെട്ടെന്ന് മാറുമെന്നും എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കുമെന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. കല്ലുമോളുടെ അമ്മയാവാനും സാറിൻ്റെ ഭാര്യയാവാനും എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞതെല്ലാം മറന്ന് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം, അല്ലേ നിത്യ? ഒരിക്കലും പിരിയാത്ത എണ്ണക്കുരുവികളെ പോലെ.